ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് ജർമ്മനിയിലേക്ക് തിരിച്ചു പോവാണ്. സിംഗിളായിട്ട് വന്ന് ഞാൻ മാരീഡായിട്ടാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. എനിക്ക് എല്ലാ പ്രാവശ്യവും ഈ ഒരു വൃത്തികെട്ട ഫ്ലൈറ്റാണ് കിട്ടാറ്. അതുകൊണ്ട് രാവിലെ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. എയർപോർട്ടിൽ ഇരുന്ന് ഒരു മഞ്ചൊക്കെ കഴിച്ച് എല്ലാ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് അങ്ങോട്ട് നടക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ആദ്യമായിട്ട് ജർമ്മനിയിലേക്ക് വരുവാണ്. വരുൺ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ പുള്ളിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പോകണം അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആളെ കൂടെ കൂട്ടി. നമ്മൾ ഫസ്റ്റ് ടൈം പോയൊരു എക്സ്പീരിയൻസ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കൂട്ടി അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫസ്റ്റ് മുംബൈയിലേക്കാണ് പോകാനുണ്ടായിരുന്നത്. മുംബൈ ടു ഫ്രാങ്ക്ഫർട്ടാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഫസ്റ്റ് മുംബൈ ഫ്ലൈറ്റാണ്. ഞാൻ വിൻഡോ സീറ്റ് തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് നല്ല വൃത്തികെട്ട ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിൻഡോ സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. കുറച്ച് ചതഞ്ഞ് നെരുങ്ങിയൊക്കെയാണ് ഞാൻ വന്നത്. സോ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ചു. ഈ ഒരു ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കൈസ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ശ്യാമസുന്ദര കരകതാര ഭൂമിയൊക്കെ കണ്ടപ്പോഴേക്കും ഒന്ന് ഷോട്ട് എടുത്താണ്. ഇനി ഇത് എപ്പോഴാണ് കാണാൻ പറ്റുക നമുക്കറിയില്ലല്ലോ. മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് മെനുവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഇഡ്ഡലി സാമ്പാറും പിന്നെ കുറച്ച് ഉപ്മാവാണ് ഉണ്ടായിരുന്നത്. ഉപ്മാവ് ഇവിടെ കിഡിലനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉപ്മാവ്. അപ്പോൾ വാട്ട് ഐ എയ്റ്റ് ഇൻ മൈ ഫ്ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് കഴിച്ചു. സൂപ്പറായിരുന്നു. ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഈ ഒരു യോഗട്ട്, മാംഗോ യോഗട്ട്, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം മുംബൈ എത്താറായത് എനിക്കിങ്ങനെ തോന്നി. അപ്പോഴേക്കും മുംബൈ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് മുംബൈയിലേക്ക് പോകുന്നത്. സാധാരണ എപ്പോഴും ഡൽഹി വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ മുംബൈ എയർപോർട്ടിലൊരു ശയന പ്രദക്ഷിണമായിരുന്നു. ഈ എയർപോർട്ടിൽ എങ്ങോട്ട് എന്താ പോകേണ്ടതെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടായില്ല. വരുൺ കൂടെ ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ എങ്ങനെയാണ് അവിടുന്ന് പോകുന്നതെന്ന് പറയാം. ബിക്കോസ് രണ്ടുപേരുണ്ടല്ലോ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവനാണെങ്കിൽ ഇവിടെ ഒരു തവണ വന്നിട്ടുമുണ്ട്, എന്നിട്ടും അവന് മനസ്സിലാവുന്നുണ്ടായില്ല. എനിക്കൊട്ടും മനസ്സിലാവുന്നുണ്ടായില്ല. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ചധികം പാടുപെട്ട്. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത ഡ്യൂട്ടി ഫ്രീയിലൊന്ന് ജസ്റ്റ് കയറി ഇറങ്ങി ഒന്നും മേടിക്കാണ്ടായില്ല, വെറുതെ കയറി ഇറങ്ങിയതാണ്. പിന്നെ ഞാനും വരുന്നും കൂടെ ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരിക്കോളം ഇഡ്ഡലിയും ഉപ്മാവും ഞങ്ങൾക്കൊന്നും ആയില്ല. അപ്പം ഞാൻ ഒരു വരുണേ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ എന്തിനാണ് ഞാൻ നാട്ടിൽ വന്നത്, കല്യാണം കഴിഞ്ഞ കാര്യം, പിന്നെ ഉണ്ണിയുടെ ഫോട്ടോയും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ ഒരു കുഞ്ഞ് യൂട്യൂബറാണ് ഭാവിയിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും വരുണ്ട മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി എന്നിട്ട് സംസാരിച്ചു. മമ്മി പറഞ്ഞു, ഞാൻ മോളെ കണ്ടായിരുന്നു, മോളെ ചേച്ചിനെ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. എൻ്റെയും എൻ്റെ ചേച്ചിയുടെ പ്രകടനം കണ്ട് എല്ലാവരും നോക്കി നിന്നു. അപ്പം മമ്മിക്ക് ഓർമ്മയുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ നല്ല അടിപൊളി മമ്മിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ക്യൂ ഒക്കെ നിന്ന് കയറാൻ പോയപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയി. പിന്നെ അവൻ തിരിച്ച് വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അയ്യോ അവനെ കാണാനില്ലല്ലോ എന്നാലോചിച്ച് ടെൻഷനായി. പിന്നെ കുറച്ച് നേരത്തേക്ക് ആൾ വന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഫ്ലൈറ്റിലേക്ക് കയറി. എൻ്റെ ടിക്കറ്റ് അടുത്തടുത്തും നല്ല ദൂരെയാണ്. എന്നിരുന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു. ഒരു പരിചയമുള്ള ഒരാൾ കൂടെ ഉള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം എടുത്തത്, എൻ്റെ മാല മിസ്സിംഗ് ആണ് ഗൈസ്. അതായത് എൻ്റെ താലിയുള്ള എൻ്റെ മാല മിസ്സിംഗ് ആണ്. പിന്നെ കിട്ടിയിട്ടോ ഡ്രസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫിലിമൊക്കെ ഇട്ടു. പയ്യെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഉച്ചക്കായിരുന്നു ഈ ഒരു സമയം. രാവിലെ ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. ആകപ്പാടൊരു കഷ്ടമായിരുന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പോവുകയാണ് വേറെ രാജ്യത്തേക്ക് എത്തുക എന്നുള്ള ഒരു ഫീലാണ് ഈ ഒരു ഫ്ലൈറ്റ് എടുക്കുമ്പോൾ. എൻ്റെ പൊന്നോ, ഇത്തവണ നമുക്ക് അധികം സങ്കടമില്ല. കാരണം ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ആയല്ലോ. എന്നിരുന്നാലും സങ്കടം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ ചേച്ചിനെയൊക്കെ വിട്ടുപോകല്ലേ. അപ്പം നല്ല ബ്ലൂ സ്കൈ ഒക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെയും ഞാൻ വേറെ ഏതോ കൂടെ ഒരു ഫിലിമും കൂടെ വെച്ച് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു നാപ്പ് എടുത്തു. അത്യാവശ്യം നല്ലപോലെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫ്ലൈറ്റ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് 7 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതെനിക്ക് 9 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടെ എത്തിയപ്പോഴും ഇങ്ങനെ നൈസായിട്ട് സൺസെറ്റ് കാണാൻ തുടങ്ങി. ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അത്രയും നേരം ഞാൻ നല്ല പേ ക്വാളിറ്റി ഇരിക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ ഇങ്ങനെ ക്യാമറ നോക്കിയപ്പോൾ കുറച്ച് മേനെ അയക്കാൻ വിചാരിച്ച് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേനെ ആയപ്പോഴേക്കും നല്ലൊരു സൺകിസ്ഡ് വീഡിയോയും കൂടെ എനിക്ക് അങ്ങോട്ട് കിട്ടി. ഈ ഫ്ലൈറ്റിലെ ഫുഡും കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയായിരുന്നു ഭേദം. അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല, ഷൂട്ട് ചെയ്തുമില്ല, കഴിച്ചതുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പറന്നെത്തി ഗായ്സ്. അങ്ങനെ ഞാൻ ജർമ്മനി ടച്ച് ചെയ്തു. ബെർലിനിലേക്ക് എത്തിയിട്ടില്ല, ഫ്രാങ്ക്ഫർട്ട് എത്തി. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല സ്നോഫോൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്നപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ സ്നോ പെയ്യില്ല. ഞാൻ പോകുന്ന സമയത്തൊന്നും സ്നോ ഉണ്ടായില്ല. പക്ഷെ എത്താറായപ്പോഴേക്കും ഒടുക്കത്തെ സ്നോ ആയിരുന്നു. ബെർലിനുണ്ടായിരുന്നപ്പോൾ എനിക്ക് സ്നോ കാണാൻ പറ്റില്ല വിഷമമായിരുന്നു. ഇപ്പോൾ സ്നോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതും തിരിച്ച് വന്ന അതേ ദിവസം. പിന്നെ ഇറങ്ങി ഞാൻ വരുണായിട്ട് തന്നെയാണ് പോയത്. ഞാൻ വരുണ വെയിറ്റ് ചെയ്തു. വരുണായിട്ട് തന്നെയാണ് എല്ലാത്തിനും പോയത്. ലഗേജ് കിട്ടാൻ നല്ലപോലെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഒരു 45 to 50 മിനിറ്റ്സ് എടുത്തിട്ടാണ് എനിക്ക് ലഗേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും അങ്ങനെ തന്നെ. അതുപോലെ എനിക്ക് 9:30 ഐസിക്കാണ്
പോകേണ്ടതുണ്ടായിരുന്നത് വരുണിന് 10:30-ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 വഴിയാണ് പോയത്. പക്ഷേ ഒരു റൂട്ടിലേക്കായിരുന്നു. അവൻ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ള വണ്ടി എടുത്തെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ഐസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വരുണിനെ കൊണ്ടാക്കാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ എന്തായാലും നമ്മളിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ വണ്ടിയിലേക്ക് ലഗേജൊക്കെ കയറ്റി വെച്ച് ഹെൽപ്പ് ചെയ്ത വരുണാണ്. അങ്ങനെ ഞാൻ ICയുടെ ഉള്ളിലേക്ക് കയറി. 4.5 മണിക്കൂറിൻ്റെ ഒരു ജേർണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ചു. ഉണ്ണിനെ കുറച്ച് നേരം വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മേനെയും ചേച്ചിനെയൊക്കെ ജസ്റ്റ് ഒന്ന് വിളിച്ച് മെസ്സേജൊക്കെ അയച്ച് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്തവണ ആരും എന്നെ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വരുന്നില്ല. ബിക്കോസ് ആഷിക്ക് പനിയാണ്, വേറെ ആരും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ നല്ല മഞ്ഞാണ്, യൂബറിന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞാൻ യൂബർ വിളിച്ചിട്ട് ഒരു 15 സ്റ്റെപ്പ് നടക്കേണ്ട ഞാനൊരു ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുത്തിട്ടാണ് പെട്ടിയും വലിച്ചത്. ഒറ്റ പെട്ടിയും വലിച്ച് എത്തിയത് കേട്ടോ യൂബർ കാറിൻ്റെ അങ്ങോട്ടേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡ്രൈവർ നല്ലതായിട്ട് അയാൾ എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഇത്രയും എന്തായാലും ഞാൻ താമസിക്കുന്ന അടുത്തൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഞാൻ ശരിക്കും ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ട് വിശപ്പ് കെട്ടും പിന്നെ വഴിയൊന്നും കണ്ട് മനസ്സിലാവാതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് തിരിച്ചെത്തിയത്. എങ്ങനെയൊക്കെ വീടെത്തിയെന്ന് പറയും. പിന്നെ നല്ലപോലെ മൂഡ് സ്വിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചി ടു ജർമ്മനി ട്രാവൽ സ്റ്റോറി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.